ഈ പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിന്ന ഏക രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. അതിൻ്റെ പേരിൽ നരേന്ദ്രമോദി സർക്കാരിനെ എല്ലാവരും പുകഴ്ത്തിയിട്ടുമുണ്ട്. സംസ്ഥാനം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ വിലക്കയറ്റത്തിന് പ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിലുണ്ടാവുന്ന മാറ്റങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഈടാക്കുന്ന സംസ്ഥാനമാണ് കേരളം. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന നികുതിയിൽ വളരെ വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. കേരളത്തിൽ വാറ്റും റോഡ് സെസ്സും പെട്രോളിയം സെസ്സും അടക്കം ഏകദേശം 34 രൂപയാണ് പെട്രോളിനും ഡീസലിനും സംസ്ഥാന ഗവൺമെൻറ് ഈടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആഗോള സാഹചര്യത്തിലെ പ്രശ്നങ്ങൾ കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചപ്പോൾ കേന്ദ്ര സർക്കാരും NDA ഭരിക്കുന്ന സർക്കാരുകളും നികുതി ഇനത്തിൽ വലിയ കുറവ് വരുത്തിയിട്ടുണ്ടായി. അന്ന് UDFും പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ VD സതീശനും പിണറായി വിജയൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനം ഈടാക്കുന്ന നികുതിയിൽ കുറവ് വരുത്തണമെന്നുള്ളതായിരുന്നു. വലിയ തോതിൽ UDF ഈ കാര്യം പ്രചാരണ വിഷയമാക്കിയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ പ്രാവശ്യം UDF ആവശ്യപ്പെട്ട അതേ കാര്യം സംസ്ഥാനത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അധിക നികുതിയിൽ സംസ്ഥാന ഗവൺമെൻറ് കുറവ് വരുത്തണം. ചുരുങ്ങിയതൊരു 10 രൂപയുടെയെങ്കിലും കുറവ് പെട്രോളിനും ഡീസലിനും വാറ്റ് ഇനത്തിലും സെസ് ഇനത്തിലുമായി ഈടാക്കുന്ന തുകയിൽ ഒരു 10 രൂപയെങ്കിലും കുറയ്ക്കാൻ സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി തയ്യാറാവണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ അത് വളരെയധികം സഹായകരമാവും. 10 രൂപയുടെ കുറവ് വരുത്താൻ ഏറ്റവും ചുരുങ്ങിയത് സംസ്ഥാന ഗവൺമെൻറ്റിന് സാധിക്കും. മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും അടക്കം UPയിലും അടക്കം NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം 15 രൂപ വരെ സംസ്ഥാന നികുതി ഇനത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ടായി. അതുകൊണ്ട് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം കണക്കിലെടുത്ത് 10 രൂപയുടെയെങ്കിലും കുറവ് വരുത്താൻ UDF ഗവൺമെൻറ് തയ്യാറാവണം. മാത്രമല്ല, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മിൽമ പാലിന് ഭീമമായിട്ടുള്ള വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കുടുംബ ബജറ്റിനെ സമ്പൂർണ്ണമായിട്ട് താളം തെറ്റിക്കുന്ന നടപടിയാണ്. കർഷകർക്ക് ബുദ്ധിമുട്ടില്ലാതെ മിൽമ പാലിൻ്റെ വർദ്ധിപ്പിച്ച വില കുറയ്ക്കാനും സർക്കാർ തയ്യാറാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതെ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതിൽപ്പെടും. സംസ്ഥാന ഗവൺമെൻറ് എല്ലാത്തിനും നിങ്ങളത് പരിശോധിക്കാതെയാണ് പറയുന്നത്. വാറ്റും സെസ്സും റോഡ് സെസ്സും അടക്കം 34 രൂപ ഈടാക്കുന്ന ഒരു സംസ്ഥാനവും നിങ്ങൾക്ക് വേറെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. അതെ, അത് നിങ്ങൾ ആഗോള സാഹചര്യങ്ങളൊന്നും വിലയിരുത്താതെയാണ് പറയുന്നത്. യുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ആഗോള സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഇതിനേക്കാൾ എത്രയോ ഇരട്ടി വർധനവുണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും പ്രതിസന്ധി പരിഹരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് അവൈലബിലിറ്റിയുടെ കാര്യത്തിലും ഒരു കുറവുണ്ടായിട്ടില്ല. പെട്രോളും ഗ്യാസും അടക്കം ഡീസലും ഗ്യാസും അടക്കം എല്ലാ കാര്യങ്ങളും ആവശ്യത്തിന് ലഭ്യമാണ്. എന്നാൽ അധികമായിട്ട് ഉണ്ടായിട്ടുള്ള വർധനവിനെ അനുസരിച്ചുള്ള വിലക്കയറ്റവും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കാര്യമാണ്. എല്ലാ രാജ്യങ്ങളും സമ്മതിക്കുന്നതാണ്. എല്ലാ സാമ്പത്തിക വിദഗ്ധന്മാരും സമ്മതിക്കുന്നതാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിന്ന ഏക രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. അതിൻ്റെ പേരിൽ നരേന്ദ്രമോദി സർക്കാരിനെ എല്ലാവരും പുകഴ്ത്തിയിട്ടുമുണ്ട്.